ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂൽമുറുക്ക് തയ്യാറാക്കി എടുത്താലോ? ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ നൂൽമുറുക്ക് തയ്യാറാക്കി എടുക്കാം. എന്നാൽ ശരി, നമുക്കിനി നൂൽമുറുക്ക് തയ്യാറാക്കാനായി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് മുറുക്കിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യും ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഈ വെള്ളത്തിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബൗളിലേക്ക് മാവ് മാറ്റിയതിനു ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ വേണം മാവാക്കിയെടുക്കാൻ. മാവ് കുഴച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയൊരു സേവനാഴിയിലേക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിട്ട് കൊടുക്കാം. തീരെ ചെറിയ ഹോളുള്ള അച്ചാവാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് കുഴച്ചു വെച്ചിട്ടുള്ള മാവിട്ട് കൊടുക്കാം. അതിനുശേഷം എയർ ഒന്ന് നിൽക്കാത്ത വിധത്തിൽ നന്നായിട്ട് സേവനാഴി ഒന്ന് അടച്ചെടുക്കണം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് മുറുക്ക് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാവ് കുറേശ്ശെയായി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മുറുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ.
ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മുറുക്കെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. മുറുക്കെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ദാ ഇപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ടുള്ള നൂൽമുറുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അരിപ്പൊടി ഉപയോഗിച്ച് എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ നൂൽമുറുക്ക് തയ്യാറാക്കിയെടുത്തത്. വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടിയൊന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടിയൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക് യു.